ഓക്കെ ഗായ്സ്, നിങ്ങളോർക്കും ഞാനിവിടെ ചാവാൻ വന്നിരിക്കുന്നേന്ന്. അല്ല ഗൈസ്, നമ്മളില്ലേ ഇൻഫിനിറ്റി ഹെൽത്ത് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടില്ലേ നമുക്ക് ഈ കാറിലൊന്നും വേണമെങ്കിൽ കയറണം. എന്നിട്ടൊന്നും കയറി പോണ്ടേ. മാത്രമല്ല ഇതെന്നതാ എൻ്റെ കാർ ഇതെന്നാ ടയറിൽ നിന്ന് അഭിനയിക്കുകയാണോ? വാ, എന്തൊക്കെയാണോ നടക്കുന്നത്? ഹെൽത്ത് കിട്ടിയത് നന്നായി. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്. പുതിയ വീടൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയേ എനിക്കൊരു വണ്ടിയുണ്ട്. ആ വണ്ടി ഞാൻ വേഗം നിന്ന് കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തന്നിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നാലും ഒരു വണ്ടി പിടിച്ചുകൊണ്ട് വരട്ടെ. പിന്നെ ഇല്ലേ, ഇതിനകത്ത് ഗ്യാരേജിനകത്തുള്ള വണ്ടിയിലും പോലീസ് പൊക്കിക്കൊണ്ട് പോയതാ. പ്രശ്നമില്ല. എൻ്റെ ഒരു സ്റ്റൈല് ബ്ലാക്ക്. ഇല്ലേ കുറെ മിത്ത് തുടങ്ങി പറഞ്ഞു അതൊക്കെ ഒന്ന് ട്രൈ ചെയ്തു. ഞാനിപ്പോ താണ്ടെ പകുതി റോഡ് പോലും ആയിട്ടില്ല. എന്താണ് എനിക്കത് ഇതെന്നാ തുറക്കാത്തെ? എന്നിട്ടും മനസ്സിലാവുന്നില്ലട്ടാ. അടുത്തെത്തിയാലേ എനിക്കറിയത്തില്ല. തുറക്കാവോ? ഇത് തുറക്കുന്നില്ലല്ലോ. ഞാൻ ഒന്ന് കേറിക്കോട്ടെ ഗേറ്റേ. ചേട്ടാ, മനസ്സിന് കയറാനും സമ്മതിക്കത്തില്ല. ഇതാണെന്ന് തോന്നുന്നു പുതിയ വീടാ. പിന്നെ ഞാൻ ഈ സോമനെ എവിടെ തപ്പും? സോമൻ മേളിലുണ്ടെന്ന് തോന്നേ. ഒന്ന് പോയി നോക്കണം എനിക്ക്. അയ്യോ, ഇതെന്നാ പറ്റി? സോമൻ ഇപ്പൊ ഇടിക്കാൻ വരുവാ. സോമനോട് പറയുക, ഞാൻ ഈ സോമനോടൊന്ന് പറയട്ടെ, ഡ്രസ്സ് മാറിയില്ലെങ്കിൽ ഞാൻ മാറ്റാം എൻ്റെ കയ്യിൽ നിന്ന്. ഡ്രസ്സ് മാറ് കേട്ടാ. അവനില്ലേ ഡ്രസ്സും കാണ്ടൊന്ന് മാറി, പക്ഷെ അതേ ഡ്രസ്സ് തന്നെ ഇട്ടേക്കുന്നതെന്ന്. പെർഫ്യൂമൊക്കെ ഇങ്ങനെ അടുക്കിയിട്ടുണ്ട്. ഇത് പിന്നെ സോമൻ്റെ ഒരു കൂട്ടുകാരനാണ് കിടക്കുന്നത്. അവനങ്ങ് ചിലപ്പോൾ പ്രേതമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇല്ലേ എനിക്കൊന്ന് ഉപ്പ് മാറണമായിരുന്നു. സോമ, നിന്റെ വീട്ടിലുണ്ടോടാ ഉപ്പ് മാറാൻ? ആ ഉണ്ടടാ, നീ വേഗം കയറിപ്പോയിക്കോ, അല്ലെങ്കിൽ നിന്റെ കഥ പോക്കാവും. അതെന്നാടാ നീ അങ്ങനെ പറഞ്ഞു? വേഗം നമുക്ക് ബൈക്ക് എടുത്തോണ്ട് പോകണം കേട്ടോ. നീ വേഗം പോയിക്കോ. ഗായ്സ്, അവൻ പറഞ്ഞേക്കുന്നില്ലേ ഇവിടെ എങ്ങാണ്ടായിരുന്നു. ഇവിടെ അല്ല, ഇവിടെ എടുക്കാം. ഡ്രസ്സ് മാറിയിട്ടൊന്ന് വരട്ടെ. പിന്നെ അല്ലേ ഇവന് ഒരു ഡൂക്കുണ്ട്. പിന്നെ ഇതിനകത്ത് കയറി പോവാം. കയറുവാടാ. ഇവൻ കയറുമോ? കയറാ. കയറി. ഇന്ന് നമ്മളൊന്ന് ടൂറിന് പോവാ. ഇവനൊരു ഫ്രണ്ടുണ്ട്. അവൻ്റെ പേര് ഞാനറിയാത്തൊരു ഫ്രണ്ട്. അവൻ്റെ പേര് ഇവനെ കൊണ്ട് ഞാൻ ട്രാവൽ ചെയ്യിപ്പിച്ചിട്ടൊക്കെ
ഉണ്ട്. അവൻ്റെ പേര് ശരത്തും പോട്ടൊരു, അവൻ്റെ പേര് അഭിഷേക് എന്നായിരുന്നു. അങ്ങനെ എത്തിയും തോന്നുന്നു. തിന്നോട്ടോ. എടാ ഇവിടെ ഇത് തന്നെയാണോ അവിടെ വീട്? ആടാ ഇത് തന്നെ. ഇത് മാത്രമേ അവൻ്റെ വീടാവൂ. വരണത് ഞാനൊന്ന് പോയി വിളിച്ച് നോക്കട്ടെ. കോളിംഗ് ബെല്ല് അടിച്ച് നോക്കാം. മര്യാദ ഇല്ലാതെ അകത്തേക്ക് കയറി. ഇടി കോളിംഗ് ബെല്ല്. എടാ അത് പുറകിലാണോ? എങ്കിൽ നമുക്ക് പുറകിൽ പോയി ഞാൻ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് വരട്ടെ. ഇടിയാണോ? അല്ല അവിടെ പാള് കുത്തിയിട്ടുണ്ട് കേട്ടാ. ഈ ചുള്ളനാണ് നമുക്ക് പറ്റിയത്. നീ അവിടെ എന്തിനാണ് നിൽക്കുന്നേ? എടാ ഞാൻ പിന്നെ പണ്ടൊക്കെ വന്നിട്ടുള്ളതില്ല ഇതിൻ്റെ വീട്ടില്. ആടാ എന്നുണ്ട് വിശേഷങ്ങള്? ഇതാരാടാ? എടാ ഇതിൻ്റെ ഫ്രണ്ടാടാ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ? ഫ്രാങ്ക്ലിൻ. ആ നീ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ആ അത് മതി. ഇങ്ങനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ഞാനിവിടെ കാണും. ഇവിടെ എന്തോ വിഷമിഷിക്ക് തോന്നുന്നു. നീ മര്യാദയ്ക്ക് വയ്ക്കോ. എന്തോടാ എന്തോ എനിക്ക് തോന്നുന്നു. തിരിച്ചു തരണം കേട്ടോ. വരാം. അപ്പൊ ഇവിടെ നിന്നാണ്ടല്ലേ വേഗം നിൽക്കുക. ഇതിന്റെ ഇവിടെ പോലീസ് എയർപോർട്ടിൽ ഇതാരേ വന്നേക്കുന്നേ? നമ്മളെ തുറന്നു. ഇതെന്നാ നമ്മുടെ എവിടെയെങ്കിലും പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാടാ. ഹോസ്പിറ്റലിൽ കിടക്കാം. അയ്യോ അവന് എനിക്ക് പേടിയാ. ഓടുവാ അവൻ്റെ വീട്ടിൽ തന്നെ പോവാം. നമ്മുടെ സോമന്റെ വേറൊരു പേര് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പറഞ്ഞു പോലീസുകാരെ എന്നാ ഇപ്പൊ പറഞ്ഞുതരാം. പിന്നെ പോലീസ് പറഞ്ഞു ഞാൻ ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് ചാവണമെന്ന്. ഞാൻ ചാവാൻ നിൽക്കുക. എന്നെ കൊന്നു ട്രെയിനെ, എന്നെ കൊന്നു. എനിക്കൊരു അനിയനുണ്ട്. ആരാന്നറിയാവോ? എൻ്റെ അനിയൻ്റെ പേര് സോഹിത്ത്. ഇനി അവനെയായിരിക്കും നിങ്ങൾ കാണുന്നത്. എന്നാ ശരി. എന്നായില്ലേ ഞാൻ ട്രെയിനിൻ്റെ ഇടയ്ക്ക് കയറാൻ പോവാ. നിങ്ങളോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നറിയാം. എൻ്റെ അനിയൻ സോഹിത്തായിരിക്കും ഇനി നിങ്ങളുടെ വീഡിയോയിൽ വരുന്നത്. എന്നാ ശരി. ട്രെയിനിൻ്റെ പൊടി പോയി മരിച്ചു.